ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ ഹെൽത്ത് ഡ്രിങ്ക് ആണ്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യം നമ്മുടെ ശീലങ്ങളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായി കിട്ടുന്നതെന്ന്. ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ജലാംശം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. ഇത് വിശപ്പും ദാഹവും പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കുക്കുംബർ കൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക്. അതിന് കുക്കുംബർ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊന്ന് ചീവിയെടുക്കാം. കുക്കുംബർ സാധാരണ നമ്മൾ സാലഡിനാണ് ഉപയോഗിക്കാറ്, ചിലപ്പോൾ വെറുതെയും കഴിക്കാറുണ്ട്. ജ്യൂസ് പൊതുവെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ്. ശരീരത്തിൽ പോഷകങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഇതൊരു മാർഗമാണ്. ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴങ്ങളുടെ ജ്യൂസല്ലേ ഓർമ്മ വരിക. പക്ഷേ ഇനി ഈ കുക്കുംബർ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഈ കുക്കുംബർ ജ്യൂസാണ് ഓർമ്മയിൽ വരുന്നത്. അത്രയും നല്ല രുചിയും മണവുമുള്ള ഈ കുക്കുംബർ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി അതിൻ്റെ തലയും പാലൊക്കെ വെട്ടിയെടുക്കാം. ഇനി ചെറിയ കഷ്ണമായി നമുക്ക് മിക്സി ജാറിൽ ഇട്ടുകൊടുക്കാം. ഈ കുക്കുംബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഹൃദയ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കാനും നമ്മുടെ ദേഹത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനും ലിവർ, കിഡ്നി ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി നൽകാനും ചർമ്മ തിളക്കത്തിനും തടി കുറയ്ക്കാനും കൊഴുപ്പ് കളയാനും BP കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചിട്ട കഷ്ണങ്ങൾ ഇനി വലിപ്പം കൂടുതലാണെങ്കിൽ അതുകൊണ്ട് ചെറിയ കഷ്ണമാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി കുറച്ച് വലിയ കഷ്ണമാണെങ്കിൽ മിക്സിയിൽ അരിഞ്ഞിട്ടിട്ടാം. മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് ജ്യൂസ് അലങ്കരിക്കാനും ജ്യൂസിലെ കഷ്ണമായി മുറിച്ചിടാനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ്. ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇഞ്ചി. ഇഞ്ചി നമുക്കറിയാമല്ലോ, നല്ല നാടൻ മരുന്നാണ് ഇഞ്ചി. വയറിലെ പ്രശ്നത്തിനും ജലദോഷത്തിനൊക്കെ നമ്മൾ ഇഞ്ചി നീര് കുടിക്കാറുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്ത് കഴുകി ചെറിയ കഷ്ണമാക്കി നമുക്ക് മിക്സിയിലേക്ക് മുറിച്ച് ചേർക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. ഈ സമയത്ത് നമുക്ക് ഒരു കപ്പിലേക്ക് കറുത്ത കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. കറുത്ത കസ്കസ് കുതിർത്തിയോ കുതിർത്താതെയോ നിങ്ങൾക്ക് ജ്യൂസ് ചേർക്കാവുന്നതാണ്. കസ്കസിൻ്റെ ഗുണങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഇതിൽ കാൽഷ്യം, പൊട്ടാസ്യം, അയൺ, മെഗ്നീഷ്യം ധാരാളം ഉണ്ട്. ഇത് സാധാരണ ഡെസേർട്ടിലും ജ്യൂസിലൊക്കെ നമ്മൾ ചേർത്ത് കഴിക്കാറുണ്ട്. രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിസന്ധി ഇല്ലാതാക്കാനും ഈ കസ്കസിന് കഴിവുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് അരച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സി തുറന്ന് നോക്കാം. നല്ല തിക്കായ ഫ്രഷ് ജ്യൂസാണത്. ഇനി നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് വേണ്ട, കുറച്ചും കൂടെ ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ഒരു തണ്ട് കൂടെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറവും മണവും രുചിയും ഒന്ന് കൂടിക്കിട്ടും. ഞാനിവിടെ അരച്ചിട്ടില്ല, ഞാൻ അലങ്കരിക്കാനാണ് മല്ലിയില ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ച ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു കുക്കുംബർ കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസ് ചേർത്ത് കൊടുക്കാം. കുതിർത്താത്ത കസ്കസ് ആണെങ്കിൽ അത് നന്നായി വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും. ഇനി വെള്ളരിക്ക കഷ്ണം മുറിച്ച് വെച്ചത്, മല്ലിയില ചെപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അലങ്കരിക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ. കൂടാതെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കാതിരിക്കും. അപ്പോൾ നമ്മുടെ
ഹെൽത്ത് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.